ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്ത് മലയോ എന്നൊരു സ്ഥലത്താണ്. അപ്പോൾ അവിടെ നമുക്കൊരു ഒറ്റ നില വീടാണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ 4 സെൻറ്റിൽ 820 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. അപ്പോൾ ഈ ഒരു ഒറ്റ നില വീടാണ് നമ്മളിന്ന് നമ്മുടെ ചാനലിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീട് വരുന്നത് ട്രിവാൻഡ്രത്ത് മലയോ എന്ന സ്ഥലത്താണ്. മലയം ജംഗ്ഷനിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ നമുക്ക് ട്രാവൽ ചെയ്താൽ നമുക്ക് ഇവിടെ എത്താൻ സാധിക്കും. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 250 മീറ്റർ ട്രാവൽ ചെയ്താലും നമുക്ക് ഈ ഒരു വീട് എത്താൻ സാധിക്കും. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് 2 ഫോൾഡിംഗ് ഗേറ്റാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ടിൽ ഫുള്ളും തന്നെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 2-3 കാർ വരെ പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട്. ഫ്രണ്ടിൽ നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീട് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഡിസൈന്. അപ്പോൾ ഈ വീടിന് നമുക്ക് പൈപ്പ് കണക്ഷനും കിണറും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് പാപ്പനംകോട് റാവിച്ചമ്പലത്തിൽ നിന്നൊക്കെ നമുക്കൊരു 6 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഇവിടെ എത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഉള്ളിലോട്ട് കയറിയിട്ട് നമുക്ക് ഇൻറ്റീരിയർ വർക്കെല്ലാം കാണാം. നല്ല ഭംഗിയായിട്ടുള്ള ഇൻറ്റീരിയറാണ് നമുക്ക് ഈ ഒരു വീടിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കണ്ടോ സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്കിവിടെ നനകല്ലും പിന്നെ മുകളിൽ നമുക്ക് സ്റ്റെപ്പ് കയറി പോകാനുള്ള സ്റ്റെപ്പ് കണ്ടോ ഈ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. ഈ വീടിന് സിറ്റ് ഔട്ട് നമുക്ക് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 10x4 ഡയമെൻഷനിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് പോർഷന് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്ന ഒരു ഡിസൈനാണ് നമുക്കിവിടെ സിറ്റ് ഔട്ടിന് വരുന്നത്. പിന്നെ നമുക്കിവിടെ ഫ്രണ്ട് എൻട്രൻസ് ഡോറ് ഫുള്ളും തന്നെ ലാവൽ ചെയ്തിട്ടുള്ളതാണ്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് അതിന് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഡോറാണ് വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമുക്ക് ഇനി ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കാണാം. അപ്പോൾ നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് നമുക്കൊരു വലിയൊരു ലിവിങ് ഏരിയ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ 20x14 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ഫ്രണ്ടിൽ ആദ്യമായിട്ട് കയറി വരുമ്പോഴത്തേക്ക് കാണുന്നത്. അപ്പോൾ ഈ ഒരു ടൈലാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കൂടാതെ നമുക്കിവിടെ ഒരു TV യൂണിറ്റ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു TV വരെ വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു സ്പേസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഫുള്ള് തന്നെ നമുക്ക് ലിക്വിഡ് വാൾപേപ്പറാണ് ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു TV യൂണിറ്റിന് ആ ഒരു വാൾപേപ്പറും കൂടെ വരുമ്പോഴത്തേക്ക് നല്ലൊരു എടുപ്പ് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഒരു TV യൂണിറ്റ് ഫുള്ളും തന്നെ ബോർഡ് വർക്കിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് 2 ജനൽ നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. 2ലും ബ്ലൈൻഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മുകളിൽ സീലിംഗ് വർക്ക് സ്പോട്ട് ലൈറ്റാണ് പല ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയയുടെ വിശേഷം വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചനും ഡൈനിങ് ഏരിയയും കൂടെ ഉള്ള പോർഷൻ നോക്കാം. നമുക്കിവിടെ ആയിട്ട് ഒരു പാർട്ടീഷൻ പോലൊരു സംഭവം കണ്ടോ നമ്മൾ അങ്ങോട്ട് കയറുന്ന ഭാഗത്തായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ 2 ബെഡ്റൂം ഉള്ളത്, ഒന്ന് നമുക്ക് കയറി വരുമ്പോൾ ഉള്ള ഈ വലത് ഭാഗത്തുള്ളതും, ഒന്ന് നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രവേശിക്കുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു ഭാഗത്തുമായിട്ടാണ് 2 ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കിച്ചൺ പ്ലസ് നമുക്ക് ഡൈനിങ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 14x12 ഇവിടുത്തെ ഡയമെൻഷൻ വരുന്നത്. ഇവിടുത്തെ ടൈല് നമുക്ക് കുറച്ച് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈലാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ ഫുള്ളും തന്നെ നമുക്ക് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. നല്ല ഒരു ഡിസൈന് നമുക്ക് അപ്പോൾ ഈ ഒരു കളറിന് നല്ല മാച്ച് ചെയ്യുന്ന രീതിക്കുള്ള ഒരു ഡിസൈനാണ് നമുക്ക് വരുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. മുകളിലും താഴെയായിട്ട് ധാരാളം കബോർഡ് കൊടുത്ത് ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ആയിട്ട് ഈ ഒരു വീടിനുണ്ട് ഇലക്ട്രിക് ചിമ്മിനിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു വലിയ സിങ്ക് ഇതാണ് വരുന്നത്. പിന്നെ നമുക്കിവിടുത്തെ കിണർ ഈ പുറത്ത് ഈ ഭാഗത്താണ് വരുന്നത്. നമുക്ക് ഈ വീടിൻ്റെ ഇവിടെ ഒരു വർക്ക് ഏരിയയും കൂടെ ഇനി ചെയ്യുന്നതായിരിക്കും. ബാക്കി പണികൾ നടക്കുന്നേ ഉള്ളൂ. അപ്പം അതും കൂടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഫിനിഷിങ് നടക്കും. ഇനി ബാക്കി വർക്ക് ഏരിയയുടെ പണി നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് ഡൈനിങ് ഏരിയയും കൂടെ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഒരു വാഷ് ബേസിനും കൂടെ നമുക്ക് വയ്ക്കാൻ വേണ്ടിയുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. മിററും സ്റ്റോറേജ് സ്പേസ് കൊടുത്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഉണ്ട് ഇവിടെ ഒരു ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് മുകളിൽ. അപ്പോൾ അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ 2 ബെഡ്റൂമുണ്ട്. ഒരു ബെഡ്റൂം നമുക്ക് ഈ ഒരു ഭാഗത്ത്, ഒരു ബെഡ്റൂം നമുക്ക് ഈ ഡൈനിങ് ഏരിയയുടെ ഒക്കെ ഈ ബാക്ക് സൈഡായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ 2 ബെഡ്റൂം കൂടെ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കയറി വരുമ്പോൾ ഉള്ള വലത് ഭാഗത്തുള്ള ഈ ഒരു ബെഡ്റൂം നോക്കാം. അപ്പോൾ ഈ ഒരു ബെഡ്റൂം വരുന്നത് 14x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ്. ടൈല് നമുക്ക് സെയിം ഫ്രണ്ടിൽ കണ്ട അതേ ടൈപ്പും പിന്നെ ലിക്വിഡ് വാൾപേപ്പർ ഉണ്ട്. ഇവിടെ വേറൊരു പാറ്റേണിലുള്ള വാൾപേപ്പറാണ് കൊടുത്തിട്ടുള്ളത്. 2 വിൻഡോ 2 ഭാഗത്ത് വരുന്നുണ്ട്. അതിൽ 2ലും ബ്ലൈൻഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. തറയിലുണ്ടോ ഈ ഒരു ടൈലിങ്ങാണ് കൊടുത്തിട്ടുള്ളത്.
പിന്നെ നമുക്ക് ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു നമുക്ക് മിററും പ്ലസ് സ്റ്റോറേജ് സ്പേസും കൂടെ വരുന്ന കണ്ടോ, ബാക്കിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസും കൂടെ വരുന്ന ഒരു മിററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് നമുക്കിവിടെ മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുന്ന് ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്ക് അടുത്തൊരു ബെഡ്റൂമിലോട്ട് പോകാം. നമുക്ക് ഈ ഭാഗത്താണ് അടുത്ത ബെഡ്റൂം വരുന്നത്. 12x10 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. നമുക്ക് ഇവിടെയും ഈ ഒരു ഭാഗത്തായിട്ട് ലിക്വിഡ് വാൾപേപ്പർ ചെയ്തിട്ടുണ്ട്. ഇത് വേറൊരു പാറ്റേണിലുള്ളതാണ്. ഇനി നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. പകത്തോട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പകത്തോട്ട് കണ്ടോ, നമുക്ക് അപ്പുറത്ത് കണ്ട അതേ ഒരു പ്രീമിയം ലുക്ക് തന്നെ കൊടുത്തിട്ടുള്ളത്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് ഒക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ അപ്പുറത്ത് കണ്ട അതേ ടൈപ്പ് മിററൊക്കെ നമുക്ക് ഇവിടെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 38 ലക്ഷമാണ്. അത് നെഗോഷ്യബിളാണ്. നിങ്ങൾക്കപ്പം ഈ വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് വീട് കണ്ട് വാങ്ങിക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഹോം ലോണാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഹോം ലോണൊക്കെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഈ വീടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ കൂടി 50 ലക്ഷത്തിന് മുകളിലോട്ടുള്ള വീടോ അല്ലെങ്കിൽ അതിന് താഴോട്ടുള്ളതായാലും അല്ലെങ്കിൽ 1 കോടിക്ക് പുറത്തോട്ടുള്ള വീടായാലും ട്രിവാൻഡ്രത്ത് നമുക്ക് വീട് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് സൂട്ടായിട്ടുള്ള വീട് നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീടിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.